ലാബ് 8 സ്ട്രേറ്റ് ലൈൻസ്. സ്ട്രേറ്റ് ലൈൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് to establish the role of coefficients and a constant in the general equation of a straight line. സ്ട്രേറ്റ് ലൈന് ജനറൽ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. അതിന് കോയഫിഷ്യൻറ്റ് അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0, എ ബി സി എന്നൊക്കെയാണ് അതിൻ്റെ കോയഫിഷ്യൻറ്റ്. പിന്നെ ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ നോർമൽ ഫോം എങ്ങനെ മനസ്സിലാക്കാം, ഫാമിലി ഓഫ് സ്ട്രേറ്റ് ലൈൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പം ഈ ഒരു ലാബിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജിയോജിബ്ര സോഫ്റ്റ്വെയർ എടുത്തിട്ട് ഇപ്പോൾ നമ്മളതിൽ ഇപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണല്ലോ സ്ട്രേറ്റ് ലൈനിൻ്റെ ജനറൽ ഫോം. അപ്പോൾ അതിന് എ ബി സി 3 സ്ലൈഡർ എടുക്കാം. എ -5 2 + 5 ഒക്കെ ഇൻക്രിമെൻറ്റ് 0.01 സാധാരണ കൊടുക്കുമ്പോൾ 0.01 കൊടുത്തു. ഓക്കെ, സ്ലൈഡർ എ ആയി. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ സ്ലൈഡർ ബി വരും 0.01. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ സി വരും 0.01. അതിന് ഇൻക്രിമെൻറ്റ് കൊടുത്തു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. 3 സ്ലൈഡർ കൊടുക്കാൻ നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 സ്ലൈഡർ കൊടുത്തു. യെസ്, ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. എ ബി സി. ഇനി നമുക്ക് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ സ്ട്രെയിറ്റ് ലൈൻ വന്നു. അപ്പോൾ എ ബി സി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റിക്കൊണ്ട് പോവാം അല്ലേ. എ ബി സി മാറ്റാം, സോറി ബി മാറ്റാം, ഒരു സി മാറ്റാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതൊക്കെ പോയിന്റ് നോക്കാം. ഇനി എ 0 ആക്കിയാൽ എന്ത് പറ്റും? നമുക്കവിടെ ഇൻപുട്ട് ബോക്സ് എക്ക് കൊടുത്താൽ എക്ക് 0 ആക്കി വെക്കാം. അവിടെ ഇൻപുട്ട് ബോക്സ് കൊടുത്താൽ കുറച്ച് എളുപ്പത്തിലാവും. ഇൻപുട്ട് ബോക്സ് ക്യാപ്ഷൻ ആർക്കാണ്? നമുക്ക് എക്ക് കൊടുക്കാം. എ ലിങ്ക് ഒബ്ജക്റ്റ് എ അവിടെ കാണും. എ അവിടെ കാണും. ഓക്കെ, അപ്പോൾ എ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാവും. അതുപോലെ ഇൻപുട്ട് ബോക്സ് വേറൊന്ന് കൊടുക്കാം, ബി അല്ലേ. ബിക്ക് കൊടുക്കാം ഇൻപുട്ട് ബോക്സ്. ബി ഇവിടെ കാണും, ലിങ്ക് ചെയ്യാം. ഓക്കെ, ബി വന്നു. അപ്പോൾ അതുപോലെ സി കൊടുക്കാം, ഒന്നുകൂടെ കൊടുക്കാം. സിക്ക് ഇൻപുട്ട് ബോക്സ്, അത് ലിങ്ക് ചെയ്യുക, സി ലിങ്ക് ചെയ്ത്. ഓക്കെ, നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് വാട്ട് ഹാപ്പൻസ് വെൻ എ ഈക്വൽ ടു 0. എ 0 ആകുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിന് പാരലായി. ഇനി എ മാറ്റി മാറുന്ന പോയിന്റ് നോക്കാം. ബി 0 ആക്കിയാലോ? ബി 0 ആക്കിയാൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ വൈ ആക്സിസിന് പാരലായി അല്ലേ. സി 0 ആക്കിയാലോ നമ്മുടെ ലൈൻ വൈ ആക്സിസിൻ്റെ മുകളിൽ തന്നെയായി അല്ലേ. അപ്പോൾ ബി കുറച്ച് മാറ്റിയാൽ അത് മാറും, ഇങ്ങനെ മാറുന്നുണ്ടാവും, ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഒറിജിനൽ കൂടെ നമ്മൾ ലൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും ഒറിജിനൽ അല്ലേ. സി 0 ആക്കുമ്പോൾ എ മാറ്റിയാൽ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ സി 0 ആകുമ്പോൾ നമ്മൾ ലൈൻ എവിടെ ഉണ്ടാവും? 0 കൂടെ പാസ് ചെയ്തിട്ടുണ്ടാവും. സി 0 ആക്കിയാൽ അല്ലേ. യെസ്, ഇതാണ് ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ എ ബി സി ഇതൊക്കെയാണ് സ്ട്രൈറ്റ് ലൈൻ്റെ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇനി ഞാനൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇവിടെ കെ എന്ന ഒറ്റ കുട്ടി കൊടുക്കാം. കെ കൊടുത്തു, ഏലും മതി. ഇപ്പോൾ കെ കൊടുക്കാം 0.01 ഇൻക്രിമെൻറ്റ്. ഓക്കെ, സോ കെ എന്ന് പറഞ്ഞ സ്ലൈഡർ ക്രിയേറ്റ് ആകപ്പെട്ടു. ഇനി ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ എക്സ് പ്ലസ് ബി വൈ അതിന് പറഞ്ഞ നമ്പർ കൊടുക്കാം. 2x പ്ലസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി വേറൊന്ന് 4x മൈനസ് ആയിക്കോട്ടെ, 3y പ്ലസ് ആയിക്കോട്ടെ, 5 ഈക്വൽ ടു 0.
എന്താ പറ്റി 4x ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് 4x മൈനസ് 3y പ്ലസ് 5 ഈക്വൽ ടു 0 അങ്ങനെ രണ്ട് സ്ട്രേറ്റ് ലൈൻ എടുത്തു. ഇനി ഫസ്റ്റ് സ്ട്രേറ്റ് ലൈൻ എന്താ 2x പ്ലസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ അവിടെ ഈക്വൽ ടു -4 എന്നാണ്. സെക്കൻഡ് ലൈൻ 4x മൈനസ് 3y പ്ലസ് 5 ഈക്വൽ ടു 0. അപ്പോൾ ഓർത്ത് നോക്കണം. ഇനി ഞാൻ അടുത്തൊരു സ്ട്രേറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അടുത്തൊരു സ്ട്രേറ്റ് ലൈൻ ഇതേ സ്ട്രേറ്റ് ലൈൻ തന്നെ ഫസ്റ്റ് ലൈൻ എന്താ 2x പ്ലസ് 3y പ്ലസ് 4 ഓക്കെ 2x പ്ലസ് 3y പ്ലസ് 4 ആണ് ഫസ്റ്റ് ലൈൻ. ഇത് ഈക്വൽ ടു 0 കൊടുക്കുന്നില്ല. ഇനി പ്ലസ് നമ്മൾ സ്ലൈഡിൽ എടുത്ത k ഇൻറ്റു സെക്കൻഡ് ലൈൻ എന്താണ് 4x മൈനസ് 3y 4x മൈനസ് 3y പ്ലസ് 5 ഓക്കെ. ഇനി ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. വേറൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടി അല്ലേ. ആ സ്ട്രേറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് സ്ട്രേറ്റ് ലൈൻ ഈസ് പാസിങ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഫസ്റ്റ് ടു ലൈൻസ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എഫ് ഇതാണ്, സെക്കൻഡ് ലൈൻ ജി കാണാം. അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് നമുക്ക് മൂന്നാമത് കിട്ടിയത്. എങ്ങനെ കിട്ടിയത്? ഫസ്റ്റ് ലൈൻ പ്ലസ് കെ ഇൻറ്റു സെക്കൻഡ് ലൈൻ കൊടുത്തപ്പോൾ കെ സ്ലൈഡ് ചെയ്ത് മാറ്റിയാൽ ഇതിങ്ങനെ പോകുന്നത് കാണാം അല്ലേ. ഇങ്ങനെ നീങ്ങും. അപ്പോൾ ഞാനിപ്പോൾ കെ അഡ്ജസ്റ്റ് ചെയ്ത് കെൻ്റെ വാല്യൂ 0 വെച്ചാൽ ഫസ്റ്റ് ലൈൻ ആൻഡ് തേർഡ് ലൈൻ കോയിൻസൈഡ് ചെയ്യുന്നതായി കാണാം അല്ലെ. ഫസ്റ്റ് ലൈനിൻ്റെ മുകളിലായി ഇപ്പോൾ എന്ത് ലൈൻ? മൂന്നാമത് കിട്ടിയ ലൈൻ. അപ്പോൾ കെ ഈക്വൽ ടു 0 ആകുമ്പോൾ അങ്ങനെ വരും. ഇനി ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും സെക്കൻഡ് ലൈനും ഒന്നിച്ചാക്കാൻ പറ്റുമോ? ഒന്നിച്ചാക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ടാണ് ഒന്നിച്ചാക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഇക്വേഷനിൽ 2x പ്ലസ് 3y പ്ലസ് 4 പ്ലസ് കെ ഇൻറ്റു 4x മൈനസ് 3y പ്ലസ് 5 ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ അതിൽ കെൻ്റെ ഒരു വാല്യൂവിനും ഇത് 0 ആവില്ല. ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും സെക്കൻഡ് ലൈനും കോയിൻസൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് കെൻ്റെ വാല്യൂ മാറ്റിക്കൊണ്ട് ഈ മൂന്നാമത്തെ ലൈനിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ ലൈൻ പാസ് ചെയ്യുന്നത് രണ്ട് സ്ട്രേറ്റ് ലൈനിൻ്റെ ഇൻ്റർസെക്ഷനിൽ കൂടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റി. Now we have to find normal form of a straight line. ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ നോർമൽ ഫോം എന്താ? x cos theta plus y sin theta is equal to p. അപ്പോൾ അങ്ങനെയാണ് സ്ട്രേറ്റ് ലൈനിൻ്റെ നോർമൽ ഫോം കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ എടുക്കാം. x മൈനസ് √3y മൈനസ് 8 ഈക്വൽ ടു 0. ഇതൊക്കെ പറയാം നമുക്ക്. അതൊക്കെ പോട്ടെ. x മൈനസ് √3y SQRT √3y എന്ന് പറഞ്ഞ് x മൈനസ് √3y മൈനസ് 8 ഈക്വൽ ടു 0. അതുപോലെ x മൈനസ് SQRT √3y x minus √3y minus 8 equal to 0. This is a straight line. X minus √3 means 1.73 y minus 8 equal to 0 or equal to 8. ഇനി ഇതിന് നോർമൽ ഫോം കാണാൻ നമുക്ക് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം, പിന്നെ എന്ത് വേണം? ഒറിജിനലിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം, പിന്നെ ആംഗിൾ വേണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാൻ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ ക്ലിക്ക് ചെയ്തു. പെർപെൻഡിക്കുലർ ലൈൻ 0 കൂടെ പാസ് ചെയ്യണം, ഈ ലൈനിലൂടെ പോകണം.
വില ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, 0 0 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേ പോയി. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ അതിൽ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ഈ ലൈനും ക്ലിക്ക് ചെയ്തു. അപ്പോൾ AB കിട്ടി അല്ലേ, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനായി. ഈ ലൈൻ ഇവിടെ ഹൈഡ് ചെയ്ത് നോക്കാം. G എന്നാണ് അതിൻ്റെ പേര്, അത് ഹൈഡ് ചെയ്തു. ഈ എയും ബി ജോയിൻ ചെയ്യുക, സെഗ്മെൻറ്റിൽ പോകാം. എയും ബിയും ജോയിൻ ചെയ്തു, H എന്നാണ് കിട്ടിയത്. സോ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് H ആണ്. പിന്നെ നമ്മൾ ആംഗിൾ ഇങ്ങനെയാണ് ആംഗിൾ വരുന്നത് അല്ലേ, പോസിറ്റീവ് ഡയറക്ഷനുള്ള ആംഗിൾ. ഈ ആംഗിളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആംഗിളിൽ പോകാം. ആംഗിൾ എടുത്തു. ആംഗിൾ എടുത്തിട്ട് X ആക്സിസിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യണം. ലൈൻ വന്നിട്ടില്ല, ഒന്നുകൂടെ നോക്കാം. എന്താ ചെയ്തിട്ട് ആംഗിൾ എടുത്തു. അത് X ആക്സിസിൽ ക്ലിക്ക് ചെയ്തു. അതുപോലെ വന്നിട്ടില്ല. വൺസ് അഗെയിൻ ആംഗിൾ എടുത്തു. X ആക്സിസ് ക്ലിക്ക് ചെയ്തു. പിന്നെ ഇതിപ്പം താഴെ ആംഗിൾ വന്നത് ലൈനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് കളയാം, അതല്ല ഡിലീറ്റ്. അപ്പം എന്ത് ചെയ്യണം, ആംഗിൾ എടുത്തു. X ആക്സിസ് ക്ലിക്ക് ചെയ്തു. ലൈൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആംഗിൾ എന്ത് കിട്ടി? ഇപ്പോൾ 300 ആംഗിൾ. ഈ H എന്താണ്? ഈ H എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ X cos 300 plus Y sin 300 is equal to H, that is 4. X cos 300 plus Y sin 300 is equal to 4. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ X cos 300 plus Y sin 300 is equal to 4 കിട്ടും. അതുപോലെ അടുത്ത ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആംഗിൾ, അതിൻ്റെ പിന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ സ്ട്രേറ്റ് ലൈൻ ഇൻപുട്ട് ബോക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ബോക്സ് ലൈനിന് കൊടുക്കാം. ലൈൻ അത് ലിങ്ക് ചെയ്യാം. ആ ലൈനിൻ്റെ പേരെന്താണ്? F അല്ലേ, X. ഇതാണ് ലൈനിൻ്റെ പേര്. ഓക്കെ, ഇൻപുട്ട് ബോക്സ് വന്നു. ഇത് നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഓരോ ലൈൻ കണ്ടുപിടിക്കാം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? X minus Y minus 2. X minus Y minus 2 equal to 0. X minus Y minus 2 equal to 0. ഇത് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ആംഗിൾ വന്നു. അപ്പോൾ X cos 315 plus Y sin 315 is equal to 1.41. അങ്ങനെ എഴുതി നോക്കാം. ഇനി ഇവിടെ √3x minus y plus 8 equal to 0. √3x minus y plus 8 എഡിറ്റ് ചെയ്യാം. √3x minus y, √3x means SQRT. √3x minus y plus 8 equal to 0. കിട്ടിയിട്ടില്ലല്ലോ. നോക്കി, √3x SQRT ബ്രാക്കറ്റിനകത്ത് √3 അല്ലേ, √3x ഓക്കെ മൈനസ് y പ്ലസ് 8 ഈക്വൽ ടു 0. √3x മൈനസ് y പ്ലസ് 8 equals 0 കൊടുത്താൽ ഓക്കെ. അപ്പോൾ X cos 150 plus Y sin 150 is equal to H4. Okay. Then next one, 2x minus 3y plus 4 equal to 0. 2x minus 3y plus 4 equal to 0. Okay. 2x minus 3y plus 4 equal to 0. Yes.
x cos 123.69 degree plus y sin 123.69 equal to 1.11. അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള മറ്റു ക്വസ്റ്റ്യൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും അല്ല, അങ്ങനെ നോർമൽ ഫോം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്നത് തീറ്റ ആംഗിൾ കൊടുത്തിട്ടുണ്ട്, ഒമേഗ തീറ്റ ഒമേഗ 0 ഡിഗ്രി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വാല്യൂ ഓഫ് പി 3 കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പി, ദാറ്റ് ഈസ് എക്സ് കോസ് 0 പ്ലസ് വൈ സൈൻ 0 ഈക്വൽ ടു 3. അപ്പോൾ ആ ഫോമിൽ കൊണ്ടുവരണം. നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? ഇവിടെ 0 ഡിഗ്രി 3 സെൻറ്റിമീറ്റർ യൂണിറ്റ്. എക്സ് കോസ് 0 പ്ലസ് വൈ സൈൻ 0 ഈക്വൽ ടു പി അല്ലേ. തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി പി ഈസ് ഈക്വൽ ടു 3. സോ എക്സ് കോസ് 0 പ്ലസ് വൈ സൈൻ 0 ഈക്വൽ ടു പി. എക്സ് കോസ് 0 1 ആണെന്ന് അറിയാം, സൈൻ 0 0 ആണെന്ന് അറിയാം. സോ എക്സ് പ്ലസ് 0 ഈക്വൽ ടു 3 ഓർ എക്സ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടും. എക്സ് ഈക്വൽ ടു 3 ആണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് അവിടെ എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതിലേക്ക് എക്സ് ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ മതി. ഇവിടെ എക്സ് ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ എക്സ് ഈക്വൽ 3 ഓർ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ഇപ്പോൾ ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു 3 കിട്ടി, ആൽഫ ഇസ് ഈക്വൽ ടു 0 കിട്ടി, ആംഗിൾ ഇല്ല. സോ അങ്ങനെ പറയാം എക്സ് കോസ് 0 പ്ലസ് വൈ സൈൻ 0 ഇസ് ഈക്വൽ ടു പി ഓർ 3. സോ എച്ച് ഇസ് ഈക്വൽ ടു 3, തീറ്റ ഇസ് ഈക്വൽ ടു ഓർ ആൽഫ ഇസ് ഈക്വൽ ടു 0, 3 ആൽഫ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ചെക്ക് ചെയ്താൽ 0 ആൻഡ് 3 അങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും. സിമിലർലി ഇവിടെ 30 ഡിഗ്രി ആൻഡ് 4 യൂണിറ്റ്. അപ്പോൾ എക്സ് കോസ് 30 പ്ലസ് വൈ സൈൻ 30 ഈക്വൽ ടു 4. എക്സ് കോസ് 30 പ്ലസ് വൈ സൈൻ 30 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സ് കോസ് 30 മീൻസ് √3/2 പ്ലസ് വൈ സൈൻ 30 1/2 ഈക്വൽ ടു 4. അങ്ങനെ ചെയ്തു തന്നാൽ √3x പ്ലസ് വൈ മൈനസ് 8 ഈക്വൽ ടു 0 കിട്ടും. √3x പ്ലസ് വൈ മൈനസ് 8. ഓക്കെ, അതിന് കൊടുത്താൽ √3x പ്ലസ് വൈ മൈനസ് 8 ഈക്വൽ ടു 0. √3 ആയിട്ടില്ല, മാറിപ്പോയി. √3x പ്ലസ് വൈ മൈനസ് 8 ഈക്വൽ ടു 0. യെസ്. സോ ആംഗിൾ 30 ഡിഗ്രി H4 അതായിരിക്കും ഇവിടെ കാണുക. ആംഗിൾ 30 ഡിഗ്രി H4. ഓക്കെ, പിന്നെ ആംഗിൾ 30 ഡിഗ്രി P5 ആണ്. അപ്പോൾ എക്സ് കോസ് 30 ഇവിടെ നോക്കാം. എക്സ് കോസ് 30 പ്ലസ് വൈ സൈൻ 30 ഈസ് ഈക്വൽ ടു 5 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് √3x പ്ലസ് വൈ മൈനസ് 10 ഈക്വൽ ടു 0. √3x പ്ലസ് വൈ മൈനസ് 10 ഈക്വൽ ടു 0. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ SQRT √3x പ്ലസ് വൈ മൈനസ് 10 ഈക്വൽ ടു 0. √3x പ്ലസ് വൈ മൈനസ് 10 ഈക്വൽ ടു 0. 30 ആൻഡ് 5 ഉള്ള ക്വസ്റ്റ്യൻ നേരത്തുള്ളത് 30 ആൻഡ് 5. അപ്പോൾ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിങ്ങനെ നോർമൽ ഫോം കണ്ടുപിടിക്കുക, നോർമൽ ഫോം വെരിഫൈ ചെയ്യാം. ഇത്രയൊക്കെയാണ് ഈ ലാബിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ സ്ട്രേറ്റ് ലൈൻ എന്താണെന്നും കോഎഫിഷ്യൻസിൻ്റെ റിലേഷൻസ് എന്താണെന്നും പിന്നെ നോർമൽ ഫോം എന്താണെന്നും നമ്മൾ ഈ ലാബിലൂടെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ലാബ് 8 ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ലാബുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ.